بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും അല്ലാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ പരമാവധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കഴിഞ്ഞുകൂടണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല അവൻ്റെ വലിയ ഫദ്ല് കൊണ്ട് ഈ വസിയ്യത്ത് നടപ്പാക്കാൻ, ആ രൂപത്തിൽ ജീവിതാവസാനം വരെ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. മനുഷ്യ സമൂഹം പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രവേശിക്കാൻ പോവുകയാണ്. ക്രിസ്താബ്ദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ പുതിയ ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. ഹിജ്റാബ്ദവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ
നാം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. പുതിയ വർഷത്തിൻ്റെ ആരംഭവുമായി ബന്ധപ്പെട്ട ആഘോഷത്തിമർപ്പുകളിലായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ലോകം മുഴുവൻ. സന്തോഷവും ആഹ്ലാദവും പങ്കിട്ട് പുതിയ ഒരു വർഷത്തെ എല്ലാവരും എതിരേറ്റു. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞപ്പോൾ പുതിയൊരു വർഷത്തെ നൃത്തനൃത്യങ്ങളുമായി സന്തോഷത്തിൻ്റെ ലഹരിയിൽ, ലഹരി വസ്തുക്കളുടെ ലഹരിയിൽ മനുഷ്യനെതിരേറ്റപ്പോൾ ബുദ്ധിയില്ലാത്തതുകൊണ്ട് ചിന്തിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. വിശ്വാസികളെന്ന നിലക്ക് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് അതിനെക്കുറിച്ചാണ്. സഹോദരങ്ങളെ, ഹാപ്പി ന്യൂ ഇയർ പറയാനുള്ള വല്ലതും നമുക്കുണ്ടോ? എങ്ങനെയാണ് നാം ഒരു പുതിയ വർഷത്തെ അഭിമുഖീകരിക്കുമ്പോൾ, പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ സന്തോഷിക്കുക? ജീവിതത്തിലെ ആയുസ്സിൽ ഒരു വർഷം കൂടി, ഒരു വയസ്സുകൂടി വർദ്ധിക്കുമ്പോൾ നമുക്കെങ്ങനെയാണ് സന്തോഷിക്കാൻ സാധിക്കുക? സത്യം പറഞ്ഞാൽ കാലങ്ങളുടെ പോക്ക് ചിലപ്പോൾ രക്ഷയും അനുഗ്രഹവുമാകാം, ചിലപ്പോൾ ശിക്ഷയും പ്രയാസങ്ങളുമാകാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയട്ടെ, ഖൈറുൻ നാസി മൻ താല ഉംറുഹു വഹസ്സുന അമലുഹു വശറുൻ നാസി മൻ താല ഉംറുഹു വസാഅ അമലുഹു. മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമൻ മൻ താല ഉംറുഹു, ഒരുപാട് ആയുസ് ജീവിച്ചവൻ തന്നെയാണ്. പക്ഷേ ഒരുപാട് ആയുസ്, ഒരുപാട് വർഷം, ഒരുപാട് പുതുവർഷ പുലരിയിൽ കാണാൻ സൗഭാഗ്യം ലഭിച്ചവനാണ് ഉത്തമനെങ്കിൽ, ഉത്തമനാകണമെങ്കിൽ വഹസുന അമലുഹു, ആ ആയുഷ്കാലം മുഴുവൻ അവന് സൽപ്രവർത്തനങ്ങൾ ചെയ്യാനാകണം. അവനാണ് ഉത്തമൻ. വശറുന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും അധമനും മൻ താല ഉംറുഹു, ദീർഘമായി ജീവിക്കാൻ സാധിച്ചവനാണ്. പക്ഷേ വസാഅ അമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ മോശമായി. അപ്പോ ദീർഘകാലം ജീവിച്ചു എന്നതോ പുതിയ പുതിയ വർഷങ്ങളെ എതിരേക്കാൻ സാധിച്ചു എന്നതോ അല്ല ഹാപ്പി പറയാനുള്ള മാനദണ്ഡം. മറിച്ച് ഹസുന അമലുഹു വസാഅ അമലുഹു, ദീർഘകാലം ജീവിച്ച് പ്രവർത്തനങ്ങൾ നന്നാക്കാൻ സാധിച്ചാൽ അവന് ഹാപ്പി പറയാം, അവന് ആശംസകൾ പറയാൻ, അവന് സന്തോഷിക്കാം. പക്ഷേ ദീർഘകാലം ജീവിച്ചെങ്കിലും ജീവിതത്തിന് ഇപ്പോഴും ഒരടുക്കും ചിട്ടയുമില്ലാതെ സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത മനുഷ്യന് എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കും? അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ ഇമാം ഹസനുൽ ബസരി ഉദ്ധരിക്കുന്നു. അദ്ദേഹം മനുഷ്യനോട് പറയുന്നു, യബ്ന ആദം ഇന്നമ അൻത അയ്യാം ഫഇദാ ദഹബ യൗമുൻ ദഹബ ബഅദുക. ആദമിന്റെ പുത്ര, ഇന്നമ അൻത അയ്യാം, നീ തന്നെ യഥാർത്ഥത്തിൽ കുറെ ദിവസങ്ങളാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ കുറെ ദിവസങ്ങളാണ്. ഫഇദാ ദഹബ യൗമുൻ ദഹബ ബഅദുക, ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നിന്നിൽ നിന്ന് പലതും പോകുന്നു എന്ന് നീ അറിയുക. ഓരോ ദിവസവും കഴിയുമ്പോൾ നമ്മിൽ നിന്ന് പലതും നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ യൗവനം, നമ്മുടെ പ്രസരിപ്പ്, നമ്മുടെ പലതരത്തിലുള്ള കഴിവുകൾ ഓരോന്നോരോന്ന് നഷ്ടപ്പെടുന്നു ഓരോ ദിവസം കഴിയുന്തോറും. ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതായിരുന്നു. ഒന്നുകൂടി വിശദീകരിച്ചാൽ, സലഫു സാലിഹീങ്ങളായ പണ്ഡിതന്മാർ നമ്മോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്.
കൈഫ യഫ്റഹു ബിമുറൂറിൽ അയ്യാം കൈഫ യഫ്റഹു ബിമുറൂറിൽ അഅ്വാം. എങ്ങനെയാണ് മനുഷ്യന് വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ, പുതുവർഷങ്ങൾ കടന്നു വരുമ്പോൾ സന്തോഷിക്കാനാവുക? എന്താണ് മനുഷ്യന്റെ അവസ്ഥ? മൻ യൗമുഹു യഹ്ദിമു ശഹ്റഹു. അവന്റെ ദിവസങ്ങൾ, അവന്റെ മാസങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. വശഹ്റുഹു യഹ്ദിമു സനതുഹു. മാസം വർഷങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു. വസനതുഹു തഹ്ദിമു ഉംറുഹു. വർഷങ്ങൾ ആയുസ്സിനെ തകർത്തുകൊണ്ടിരിക്കുന്നു. കൈഫ യഫ്റഹ് മൻ യഖൂദു ഉംറുഹു ഇലാ അജലി വഹയാതുഹു ഇലാ മൗതി. എങ്ങനെ മനുഷ്യന് സന്തോഷിക്കാനാവും? ആരാണവൻ? യഖൂദു ഉംറുഹു ഇലാ അജലിഹി. അവന്റെ ആയുസ് അവനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ അവസാന അവധിയിലേക്കല്ലേ? വഹയാതുഹു ഇലാ മൗതിഹി. അവന്റെ ജീവിതം അവനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് മരണത്തിലേക്കല്ലേ? വകൈഫ യഫ്റഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് അനുമോദിച്ചവരെ, ചിന്തിച്ചു നോക്കൂ. ബുദ്ധിയുള്ളവരാണെങ്കിൽ നമ്മോട്, നമ്മുടെ മനസ്സിനോട് നാം ചോദിക്കുക, എനിക്ക് സന്തോഷിക്കാനാവുമോ? എനിക്ക് സന്തോഷിക്കാനാവുമോ? ചിന്തിച്ചു നോക്കൂ. ലോകത്ത് ഏറ്റവും കൂടുതൽ പുതുവർഷപ്പുലരിയിൽ മദ്യം വിറ്റത് ഞാനും നിങ്ങളും വസിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന, അനുഗ്രഹങ്ങളേറെ ലഭിച്ചിട്ടുള്ള, ഒരുപക്ഷെ ലോകത്തൊരു മനുഷ്യനും ഒരു പ്രദേശത്തിനും ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ ലഭിച്ച നമ്മുടെ നാട്ടിലാണ്. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, എന്തായിരുന്നു ഈ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്? വർഷങ്ങളും ദിവസങ്ങളും സമയങ്ങളും കടന്നു പോകുന്നു എന്നത് പടച്ചറബിന്റെ സൃഷ്ടാവിന്റെ, വർഷങ്ങളെ സൃഷ്ടിച്ച ദിവസങ്ങളെ സൃഷ്ടിച്ച, മാസങ്ങളെ സൃഷ്ടിച്ച, ഈ വർഷങ്ങളുടെയും മാസങ്ങളുടെയും മാറി മറിയലിന് ശക്തമായ നിദാനങ്ങളും നിയമങ്ങളും നിർമ്മിച്ച നമ്മുടെ സൃഷ്ടാവായ, നിയന്താവായ, മലിക്കുൽ ജബ്ബാറായ പടച്ചറബിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്കൊന്ന് ചിന്തിക്കാൻ മനുഷ്യന് സാധിക്കാത്ത വണ്ണം ലഹരിയുടെയും മയക്കത്തിന്റെയും നൃത്യത്തിന്റെയും ആഘോഷങ്ങളുടെയും ഒക്കെ മതിമറന്ന അവസ്ഥയിലായിപ്പോയി മനുഷ്യൻ. ബുദ്ധിയുള്ളവൻ ആലോചിക്കാൻ വിശുദ്ധ ഖുർആൻ ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നു. എങ്ങനെയാണ്, എന്താണ് ഈ ദിവസങ്ങളുടെയും മാസങ്ങളുടെയും വർഷങ്ങളുടെയും മാറിമറിയലുകൾ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഹാപ്പി ന്യൂ ഇയർ പറയുന്നതിന് മുമ്പ്, ആഘോഷിക്കാൻ വേണ്ടി മദ്യം അകത്താക്കുന്നതിന് മുമ്പ്, ഓർക്കസ്ട്രകളും പാർട്ടികളും ഗെറ്റ് ടുഗദറുകളും സംഘടിപ്പിക്കുന്നതിന് മുമ്പ്, ബുദ്ധിയുണ്ടെന്ന് പറയുന്ന മനുഷ്യ, നീ ആലോചിക്കേണ്ടിരുന്ന കാര്യം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, കാലഭേദങ്ങൾ, സമയങ്ങൾ, രാവും പകലും മാറി മാറി വരുന്നതിലുമൊക്കെ, ലആയാതിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യന് ഒരുപാട് ആയത്തുകൾ ഉണ്ട്, തീർച്ചയായും ഉണ്ട്. എങ്ങനെ ദിവസം മാറി, എങ്ങനെ രാവ് പകലായി, എങ്ങനെ ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി, ആരാണിതിന് പിന്നിൽ കൃത്യമായി പ്രവർത്തിച്ചത്? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൽ അൽബാബ്. നിരന്തരമായി അല്ലാഹു മനുഷ്യനോട് പറയുന്നു, ഇന്ന ഫീ ഇഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വൽ അർദ് ലആയാതിൻ ലിഖൗമിൻ യത്തഖൂൻ. ആ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും, ആകാശങ്ങളിലും ഭൂമിയിലും അവൻ സൃഷ്ടിച്ചതിലും, സൂക്ഷ്മതയുള്ളവർക്ക്, സൂക്ഷ്മാലുക്കൾക്ക്, സൂക്ഷ്മതയോടുകൂടി ചിന്തിക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട്. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ, അല്ലാഹു തീർച്ചയായും യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ,
രാവിലെ പകലായും പകലിനെ രാവാക്കിയും മാറ്റി ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും സൃഷ്ടിക്കുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഉൾക്കാഴ്ചയുള്ളവർക്ക്, ദീർഘദൃഷ്ടിയുള്ളവർക്ക്, ബുദ്ധിയുള്ളവർക്ക് ഇതിലൊക്കെ കൃത്യമായ പാഠങ്ങളുണ്ട്. സഹോദരാ, ഈ മാറിമറിയലുകളുടെ, കാലത്തിന്റെ മാറ്റങ്ങളുടെ, പ്രതിഭാസങ്ങളുടെ കാരണക്കാരായ ഭൂമിയുടെയും സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും അതുപോലെയുള്ള ഗോളങ്ങളുടെയും ഉപഗോളങ്ങളുടെയും ഒക്കെ മനുഷ്യൻ കാരണമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഇതിന്റെയൊക്കെ നിയന്താവായ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ, ആ റബ്ബിനെ കണ്ടെത്താനും റബ്ബിന്റെ മുമ്പിൽ ഈ കാലത്തിന്റെ മാറിമറിയലുകളുടെ അത്ഭുതം കണ്ട് പകച്ചു നിൽക്കാതെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും ശക്തമായ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ച്, പടച്ച റബ്ബേ, ഇതിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ വിനയാന്വിതരാകാനും ഇനിയും നമുക്ക് സമയമായിട്ടില്ലേ? അല്ലാഹു നമ്മോട് പറയുന്നു, വമിൻ ആയാതിഹി അല്ലൈലു വന്നഹാർ വശംസു വൽ ഖമർ. സഹോദരാ, കാലത്തിന്റെ മാറിമറിയലുകളിൽ നിന്ന്, റബ്ബിന്റെ ഈ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം പടച്ച റബ്ബിനെ കുറിച്ചുള്ള അറിവാണ്, റബ്ബിന്റെ ഏകത്വത്തെ കുറിച്ചുള്ള അറിവാണ്, റബ്ബിന്റെ മഹാശക്തിയെ കുറിച്ചുള്ള അറിവാണ്, റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള അറിവാണ്. ആ അനുഗ്രഹങ്ങളുടെ അറിവിന്റെ പശ്ചാത്തലത്തിൽ ആ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്ത് ആ റബ്ബിനോട് മാത്രം കീഴൊതുങ്ങി ജീവിക്കാവുന്ന മനസ്സിന്റെ വിശാലതയാണ്. അതാണ് അല്ലാഹു നമ്മോട് പറയുന്നത്, വമിൻ ആയാതിഹി അല്ലൈലു വന്നഹാർ. രാവും പകലും അവന്റെ ദൃഷ്ടാന്തങ്ങളാണ്. വശംസു വൽ ഖമർ. സൂര്യനും ചന്ദ്രനും റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. നമ്മുടെ രാവും പകലും നിശ്ചയിക്കുന്നത്, നമ്മുടെ ധാരണ സൂര്യനും ചന്ദ്രനുമാണ് എങ്കിൽ, രാവും പകലുമാണ് എങ്കിൽ, നമ്മുടെ കാലത്തിന്റെ ഭേദങ്ങൾ നിശ്ചയിക്കുന്നത് ദിവസങ്ങളുടെ മാറ്റമാണെങ്കിൽ, അല്ലാഹു തആല നമ്മോട് പറയുന്നു, വമിൻ ആയാതിഹി, അതെല്ലാം ആ റബ്ബിനെ കണ്ടെത്താനുള്ള ചില സൂചനകൾ മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യരെ, ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽ ഖമർ. ഇത് കണ്ട് നിങ്ങൾ സൂര്യന്റെ മുമ്പിലോ ചന്ദ്രന്റെ മുമ്പിലോ നമിക്കേണ്ടവരല്ല, കുനിയേണ്ടവരല്ല, സുജൂദ് ചെയ്യേണ്ടവരല്ല, മറിച്ച് വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുൻ, വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുൻ. പുതുവർഷപ്പുലരിയിൽ ആഘോഷത്തിമിർപ്പിൽ ആടിമറിഞ്ഞവരെ, വസ്ജുദൂ, നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഈ കാലഭേദങ്ങളെ കുറിച്ച് ചിന്തിച്ച് അവയെ സൃഷ്ടിച്ച, സൂര്യനെ സൃഷ്ടിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, കാലങ്ങളെ സൃഷ്ടിച്ച, ഋതുവേദുക്കളെ സൃഷ്ടിച്ച, വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുൻ, ആ റബ്ബിന് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടവരായിരുന്നു, കുനിയേണ്ടവരായിരുന്നു, നമിക്കേണ്ടവരായിരുന്നു. ഇൻ കുൻതും ഇയ്യാഹു തഅബ്ദൂൻ, നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ. സഹോദരന്മാരെ, ഒന്നാമത്തെ പാഠം, കാലത്തിന്റെ മാറിമറിയലുകളിൽ നാം പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം, ഇതിന്റെ സൃഷ്ടാവായ, സൃഷ്ടികർത്താവായ, അർഹമുർറാഹിമായ, ഖാലിഖായ, ബാരിആയ, മുസവ്വിറായ, മറ്റാർക്കും ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത രൂപത്തിൽ ഈ പ്രതിഭാസങ്ങളെ മുഴുവൻ പ്ലാൻ ചെയ്ത് തയ്യാറാക്കി മാറലുകളും മറിയലുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പടച്ച റബ്ബിന് മാത്രം സുജൂദ് ചെയ്യണമെന്ന പാഠമാണ്. രണ്ടാമതായി മനുഷ്യരായ നാം മനസ്സിലാക്കേണ്ട പാഠം, സഹോദരങ്ങളെ, കാലങ്ങൾ കഴിഞ്ഞു പോകുന്തോറും നമ്മുടെ ആയുസ്സും കഴിഞ്ഞു പോവുകയാണ്. കാലങ്ങൾ മുമ്പോട്ട് പോകുന്തോറും നമ്മുടെയൊക്കെ കൈകളിൽ കെട്ടിയിട്ടുള്ള റിസ്റ്റ് വാച്ചിന്റെ സെക്കൻഡ് സൂചികൾ മുമ്പോട്ട് ഗമിക്കും തോറും വർഷങ്ങൾ മാറാം. വർഷങ്ങൾ മാറും തോറും സംഭവിക്കുന്നത് നമ്മുടെ ആയുസ് കുറയുകയാണെന്ന ചിന്ത. സഹോദര, ആയുസ് കുറയുന്നതോടൊപ്പം നാം നമ്മുടെ യഥാർത്ഥ ലോകത്തേക്കുള്ള, ഖബറെന്ന യഥാർത്ഥ ലോകത്തേക്കുള്ള യാത്രയുടെ അടുത്തെത്തിയിരിക്കുന്നു, പരലോക യാത്രയിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നു എന്ന ചിന്തയാണ്.
നോക്കൂ നിങ്ങൾ, രണ്ടാമത്തെ ചിന്തയിലും നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാൻ ഒന്നുമില്ല. ഹാപ്പി ന്യൂ ഇയർ പറയാൻ നമുക്കൊന്നുമില്ല. കാരണം ഓരോ വർഷം കഴിയും തോറും ഞാൻ എന്റെ ഖബറിലേക്ക് അടുക്കുകയാണ്. ആരും സഹായിക്കാനില്ലാത്ത, കൂട്ടുകാരില്ലാത്ത, ഭാര്യയില്ലാത്ത, ഭർത്താവില്ലാത്ത, മക്കളില്ലാത്ത, സന്തോഷങ്ങളില്ലാത്ത, സന്തോഷിക്കാൻ വകയോ നിവൃത്തിയോ ഇല്ലാത്ത, ആധുനിക ആഡംബരങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്ത, എല്ലാം വലിച്ചെറിഞ്ഞു പോകേണ്ട ബൈത്തുദ്ദൂദ്, പുഴുക്കളുടെ മാത്രം വീടായ എന്റെ ഖബറിലേക്ക് ഞാൻ അടുക്കുകയാണെന്ന് ചിന്തിച്ചാൽ, സഹോദര, എനിക്കും നിങ്ങൾക്കും പിന്നീട് ഹാപ്പി ന്യൂ ഇയർ പറയാൻ കഴിയുമോ? നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ. ഓരോ വർഷം കഴിഞ്ഞു പോറും തോറും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞു പോയ ഒരു വർഷത്തിൽ നമ്മുടെ പല വിശിഷ്ടമായ വിശേഷ ദിവസങ്ങളിലും സന്ദർഭങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. നമ്മുടെ മാതാക്കളും പിതാക്കളും, നേതാക്കന്മാരും നായകന്മാരും രാഷ്ട്രപിതാക്കളും പണ്ഡിതന്മാരും മഹാന്മാരും ഒന്നും പല സന്ദർഭങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. എങ്ങനെയാണ് സഹോദര നാം ഹാപ്പി ന്യൂ ഇയർ പറയുക? വിശ്വാസി മനസ്സിലാക്കുക, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സന്തോഷിക്കാനൊന്നുമില്ല, സന്തോഷിക്കാനൊന്നുമില്ല, ആഹ്ലാദിക്കാനൊന്നുമില്ല. ഉണ്ടാകണമെങ്കിൽ നാം പണിയെടുക്കണം, ഉണ്ടാകണമെങ്കിൽ നാം പണിയെടുക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയുസ്സിന്റെ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുക്കാൻ വേണ്ടി അവകാശം നൽകി. ഭൂമിയിൽ കാലാകാലം ജീവിക്കാനുള്ള സന്ദർഭം നൽകി. അതല്ല, എന്റെ അടുത്തേക്ക് തിരിച്ചു വരണമോ, ഏതാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് അള്ളാഹ് ചോദിച്ചപ്പോൾ, അല്ലാഹുമ്മ ഇല റഫീഖിൽ അഅ്ലാ, അല്ലാഹുവേ, ഉന്നതമായ നിന്റെ റഫീഖാണ് എനിക്ക് ആവശ്യം, ഞാൻ അതിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി പടച്ച റബ്ബിലേക്ക് തിരിച്ചു പോകാനുള്ള എന്തെങ്കിലും കോപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, കോളുണ്ടെങ്കിൽ, ചരക്കുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കാലം കഴിഞ്ഞു പോകുമ്പോൾ, ആയുസ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. പക്ഷെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? വല്ലതുമുണ്ടോ? ഒന്നെടുത്ത് നിവർത്തി നോക്കൂ, നോട്ട് ബുക്കിൽ നിന്ന് പിച്ചിയെടുത്ത ഒരു കടലാസും പടച്ച റബ്ബിന്റെ അനുഗ്രഹത്താൽ റബ്ബ് നൽകിയ പേന എന്ന മഹാ അത്ഭുതവും എടുത്ത് നിങ്ങളൊന്ന് കുത്തിക്കുറിക്കാൻ ശ്രമിച്ചു നോക്കൂ. എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഒരു ചിന്തയുണ്ടാകാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദീർഘമായി ജീവിക്കാനും നന്നായി അമലുകൾ ചെയ്ത് ദീർഘമായി ജീവിക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനം വരുന്ന ഒരു ദുരവസ്ഥ വിശുദ്ധ ഖുർആൻ വരച്ചു കാട്ടിയിട്ടുണ്ട്. ദീർഘമായി ജീവിക്കട്ടെ എന്നാണ് പലപ്പോഴും ബർത്ത്ഡേ സന്ദർഭങ്ങളിൽ ചിലർക്ക് നൽകുന്ന ഏറ്റവും വലിയ ആശംസകൾ. പലരുടെയും വിചാരം അതൊരു വലിയ ആശംസയാണ് എന്നാണ്. ദീർഘകാലം നിങ്ങൾ ജീവിക്കട്ടെ, ദീർഘനാൾ വാഴട്ടെ പോരാ, നമുക്ക് പറയേണ്ടത് ജീവിക്കുന്ന കാലത്തോളം നന്നായി പടച്ച റബ്ബിനെ അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്നതായിരിക്കണം നമ്മുടെ ആശംസ. ജീവിതത്തിന്റെ അവസാനം റബ്ബ് പഠിപ്പിച്ചതുപോലെ വമിൻഹും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ ലകൈ ലാ യഅലമ ബഅദ ഇൽമിൻ ഷൈആ. എല്ലാ വിജ്ഞാനവും അഭ്യസിച്ച, എല്ലാ വിജ്ഞാനത്തിന്റെയും ഉടമയായിരുന്ന സയന്റിസ്റ്റുകൾ പോലും ഒന്നും അറിയാത്ത കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരു കാലഘട്ടം ജീവിതത്തിന്റെ യാത്രയിൽ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് എന്ന സത്യത്തെ വിസ്മരിക്കാതിരിക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അറുദ്ദ ഇലാ അർദലിൽ ഉമർ ലകൈ ലാ യഅലമ ബഅദ ഇൽമിൻ ഷൈആ. നാഥാ, അത്തരത്തിലുള്ള ഒന്നും തിരിയാത്ത, ഒന്നും മനസ്സിലാകാത്ത ഒരവസ്ഥയിലേക്ക് എന്നെ മാറ്റുന്നതിൽ നിന്ന്, അത്തരമുള്ള ഒരവസ്ഥയിലേക്ക് എന്നെ മാറ്റിമറിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിച്ചിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലങ്ങളുടെ കുത്തിയൊഴുക്ക്, വർഷങ്ങളുടെ മാറിമറിവ് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് ഇത്തരം ഘടകങ്ങളാണ്. അല്ലാഹു തആല അവസാനം വരെ, ജീവിതത്തിന്റെ അന്ത്യം വരെ
തൗഹീദോടുകൂടി ഈമാനോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ്, നല്ല അമലുകൾ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അള്ളാഹുവിനെ ഓർത്തും സ്മരിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഹിജ്റാബ്ദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹിജ്റ വർഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വർഷം മുസ്ലിങ്ങളുടെ വർഷം എന്ന നിലക്ക് നാം മനസ്സിലാക്കുകയും പഠിക്കുകയും എണ്ണുകയും ചെയ്യേണ്ട വർഷം അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ പ്രസ്താവന പടച്ച റബ്ബിൻ്റെ പക്കൽ ഇന്ന ഇദ്ദത്തല്ലാഹി 12 ശഹ്റൻ 12 മാസങ്ങൾ എന്ന് പറഞ്ഞെണ്ണിയത് ഹിജ്റ വർഷമാണ്. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റയെ വർഷാരംഭത്തിന്റെ തുടക്കമായി പരിഗണിച്ച സന്ദർഭത്തിൽ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു അത്ഭുതം സംഭവിക്കുകയായിരുന്നു. വർഷാരംഭം തുടങ്ങാൻ വേണ്ടി എവിടെ നിന്ന് തുടങ്ങുമെന്ന ആലോചന വന്നപ്പോൾ പല ചിന്തകളും സഹാബിമാരുടെ മനസ്സിലൂടെ കടന്നുപോയി. എല്ലാ ചിന്തകളും ഇസ്ലാമിന്റെ വിശ്വാസത്തെയും തൗഹീദിനെയും തകർക്കുന്നതായതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ പുതിയ മാറ്റത്തിന് തുടക്കം കുറിച്ച ഹിജ്റ മുതൽ തന്നെയാകട്ടെ അത് എന്നാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഹിജ്റ വർഷം തുടങ്ങിയത്. ഇന്ന് നമ്മിൽ പലർക്കും, മുസ്ലിങ്ങളായവർക്ക് പോലും ഹിജ്റ വർഷം എത്രാമത്തെ വർഷമാണ് ഇത് എന്ന് പോലും അറിയാത്ത അവസ്ഥയാണുള്ളത്. മുസ്ലിങ്ങൾ എണ്ണിത്തുടങ്ങിയിരുന്ന വർഷമായിരുന്നു ഇത് എന്ന് നമുക്കറിയില്ല. നാം പ്രവേശിക്കാൻ പോകുന്നത് ഹിജ്റ 1429 വർഷമാണ്. ഹിജ്റയ്ക്ക് ശേഷം 1429 വർഷങ്ങൾ കഴിഞ്ഞുപോയി എന്നർത്ഥം. ഹിജ്റ എന്നത് ചരിത്രത്തിലെ ഒരു മഹാസംഭവമായിരുന്നു. ആ വാക്കിന്റെ അർത്ഥം ഉപേക്ഷിക്കുക എന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവർ ജനിച്ചു വീണ നാടിനെ, വളർത്തിയെടുത്ത മണ്ണിനെ, നനച്ചുണ്ടാക്കിയ കൃഷിയെ, അധ്വാനിച്ചുണ്ടാക്കിയ കച്ചവടത്തെ, ജീവിതത്തിൽ സ്വപ്നമായി കരുതുന്ന പുരയിടങ്ങളെ എല്ലാം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, ദീനിന്റെ ദഅവത്തിന് വേണ്ടി, ദീനനുസരിച്ച് സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടി ഉപേക്ഷിച്ചു പോയ മഹാസംഭവമാണ് ഹിജ്റ എന്ന് പറയുന്നത്. അത് കേവലം ഒരു യാത്രയല്ല. ആ ഹിജ്റയുടെ പശ്ചാത്തലമാകട്ടെ ജനിച്ച മണ്ണിൽ സ്വതന്ത്രമായി സ്വസ്ഥമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനോ അള്ളാഹു നിർദ്ദേശിച്ച ദഅവത്ത് നടത്താനോ സാധ്യമല്ല എന്ന അവസ്ഥ. ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നു അക്കാര്യം. വഇദ് യംകുറു ബികല്ലദീന കഫറു ലിയുസ്ബിതുക ഔ യഖ്തുലുക ഔ യുഖ്രിജൂക. നബി തങ്ങളെ, അങ്ങയ്ക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചു കുഫാറുകൾ. അവർ അങ്ങയുടെ ഈ ദഅവത്ത് നിർത്താനായിരുന്നു ഒന്നാമതായി ശ്രമിച്ചത്. അത് നടന്നില്ല. പിന്നീട് അവർ ശ്രമിച്ചത് അങ്ങയെ വധിക്കാനായിരുന്നു. അതും നടന്നില്ല. പിന്നീട് അവർ ശ്രമിച്ചത് അങ്ങയെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനായിരുന്നു. ആ തന്ത്രത്തിൽ അവർ അതിനുവേണ്ടി തന്ത്രം പ്രയോഗിച്ചു. വയം ഖുറൂൻ. പക്ഷേ വയം ഖുറുല്ലാ, അല്ലാഹു തആല തന്ത്രം പ്രയോഗിക്കും. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. നിങ്ങൾ ഈ ദീനിനെതിരെ എന്തൊക്കെ കുതന്ത്രം പ്രയോഗിച്ചാലും ശരി, മനസ്സിലാക്കിക്കോ, പടച്ച റബ്ബാണ് ഏറ്റവും നല്ല തന്ത്രക്കാരൻ. അത് കണ്ടല്ലോ നാം. വർഷങ്ങൾ 7-9 വർഷം കഴിഞ്ഞു പോയപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയ അന്യദിക്കിൽ നിന്ന് തിരിച്ചു വരുന്നത് അതിശക്തമായ ഈമാനുള്ള, തൗഹീദുള്ള, ശക്തിയുള്ള ഒരു സമൂഹവുമായിട്ടായിരുന്നു. അള്ളാഹുവിന്റെ തന്ത്രം എല്ലാവരുടെ തന്ത്രത്തെക്കാളും മികച്ചതാണ്.
അല്ലാഹു തആല ജനിച്ച നാടിൽ നിന്ന് പോകാൻ റസൂലിന് അനുവാദം നൽകിയത് ഇത്തരം ഒരു ഘട്ടത്തിലായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച സഹാബത്തിന്റെ കഥയാകട്ടെ നിങ്ങൾക്കറിയാം. പരീക്ഷണങ്ങളുടെയും ശിക്ഷകളുടെയും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഒരു വലിയ വേലിയേറ്റം തന്നെ അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. എത്രയെന്ന് ചോദിച്ചാൽ എനിക്കോ നിങ്ങൾക്കോ ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത, പണം കൊടുത്താൽ പോലും സ്വന്തം നാട്ടിൽ നിന്ന്, പിറന്ന മണ്ണിൽ നിന്ന്, പിറന്നു വീണ നാട്ടിൽ നിന്ന് പണം കൊടുത്താൽ പോലും തിന്നാനുള്ള, ജീവിതം നിലനിർത്താനുള്ള, ദാഹം ശമിപ്പിക്കാനുള്ള വെള്ളമോ ആഹാരമോ കിട്ടാത്ത രൂപത്തിലേക്ക് അവരുടെ പ്രതിസന്ധി കടന്നുപോയി. അവർ അല്ലാഹുവിനോട് ഇരു കൈയും ഉയർത്തി പ്രാർത്ഥിച്ചു, റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖർയത്തിൽ ളാലിമി അഹ്ലുഹാ വജഅൽ ലനാ മിൻ ലദുൻക വലിയ്യാ വജഅൽ ലനാ മിൻ ലദുൻക നസീറാ. നമ്മുടെ നേതാക്കന്മാരുടെ പ്രാർത്ഥനയായിരുന്നു അത്. ഞങ്ങളുടെ നാഥാ, അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖർയത്തിൽ ളാലിമി അഹ്ലുഹാ, അക്രമികളായ ആളുകൾ അധിവസിക്കുന്ന ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കണമേ നാഥ. അല്ലാഹുവിനോട് അവർ ചെയ്ത പ്രാർത്ഥനയുടെ ശക്തി. അവർ വീണ്ടും ദുആ ചെയ്തു, വജഅൽ ലനാ മിൻ ലദുൻക വലിയ്യാ, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നിന്നിൽ നിന്നൊരു സഹായിയെ അയച്ചു തരണമേ, ഞങ്ങൾക്കൊരു സഹായിയെ, ഞങ്ങൾക്കൊരു രക്ഷകനെ നിയമിക്കണമേ. വജഅൽ ലനാ മിൻ ലദുൻക നസീറാ, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഈ പ്രയാസങ്ങളിൽ നിന്ന് കരകയറാനുള്ള ഒരു സഹായിയെ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണമേ. നോക്കൂ നിങ്ങൾ, അങ്ങകലെ കിലോമീറ്ററുകളകലെ മക്കയിൽ നടക്കുന്ന, ഹിജാസിന്റെ ഒരു മൂലയായ മക്കയിൽ നടക്കുന്ന ഒരു പ്രവർത്തനങ്ങളും അറിയാത്ത യസ്രിബ് എന്ന ഗ്രാമത്തിലെ മനുഷ്യന്മാർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും സംരക്ഷണത്തിന് വേണ്ടി നട്ടപ്പാതിരക്ക് മക്കയിലെ മുശ്രിക്കുകളോ ഖുറൈശി നേതാക്കന്മാരോ കാണരുതെന്ന വിചാരത്തോടുകൂടി നട്ടപ്പാതിരക്ക് മിനായിലെ മലമടക്കുകളിൽ സമ്മേളിച്ചപ്പോൾ സംഭവിച്ചത് ഈ പ്രാർത്ഥനയുടെ, റബ്ബിനോടുള്ള ഇഖ്ലാസോടുകൂടിയുള്ള, നിഷ്കളങ്കമായ മനസ്സോടുകൂടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിച്ചതിന്റെ ഫലമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, അത് അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കും. ഈ രൂപത്തിലുള്ള ഒരു മനസ്സിന്റെ ഉടമയാകാൻ നമുക്ക് സാധിച്ചാൽ, ദീനിന് വേണ്ടി, ദീനിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ദീനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ദീനിന്റെ ദഅവത്തിന് വേണ്ടി, ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തന്റെ ജീവിതത്തിലുള്ള, തന്റെ ചുറ്റുഭാഗവുമുള്ള മുഴുവൻ സൗകര്യങ്ങളും ത്യജിക്കാനും ഉപേക്ഷിക്കാനും സന്നദ്ധതയുള്ള ഒരു മനസ്സാണ് നമുക്കാവശ്യം. ഹിജ്റ നമ്മോട് പറയുന്ന പാഠം അതാണ്. നമുക്ക് സാധ്യമാണോ? ഞാൻ ചോദിക്കട്ടെ, നമ്മയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് നമ്മയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങളുടെ നടുവിൽ നിന്ന് നമ്മയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഗറ്റുഗതറുകളും ഉദ്യമങ്ങളുമുണ്ട്. അവയുടെ നടുവിൽ നിന്ന് ഹിജ്റ പോകാൻ നമുക്ക് സാധിക്കുമോ? അതാണ് വിഷയം. മറ്റത് എളുപ്പ. കേരളത്തിൽ നിന്ന് ദുബായിലേക്ക് വന്നത് ഹിജ്റയല്ല. ഹിജ്റയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ശക്തമായ പാഠം അതാണ്. ഹിജ്റ എന്താണെന്ന് പഠിപ്പിച്ചു. രണ്ടെണ്ണമാണ് ഹിജ്റ. ഒന്നാമത്തേത് തിന്മയുടെ സകലമാന അവസ്ഥയിൽ നിന്നുമുള്ള ഹിജ്റ. അതാണ് ഒന്നാമത്തെ ഹിജ്റ. രണ്ടാമത്തെ ഹിജ്റയാണ് അൻതുഹാജിറ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും റസൂലിലേക്കുമുള്ള ഹിജ്റ. അഥവാ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട്, അംഗീകരിക്കാൻ പ്രയാസമുള്ള ഒരു നാട്ടിൽ നിന്ന് അംഗീകരിക്കാൻ എളുപ്പമുള്ള ഒരു നാട്ടിലേക്കുള്ള യാത്ര. അത് രണ്ടാമത്തേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുന്നതും അപ്രകാരം തന്നെയാണ്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിറു, ഹിജ്റ ചെയ്തവൻ ആരാണ്? മൻ ഹജറ മാനഹ അല്ലാഹു അൻഹു, അള്ളാഹു കാര്യങ്ങളിൽ നിന്ന് ഹിജ്റ പോയവൻ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ ഉപേക്ഷിച്ചവൻ,
അവനാണ് യഥാർത്ഥത്തിലുള്ള മുഹാജിർ എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഹിജ്റ നമ്മെ പഠിപ്പിക്കേണ്ട ഒന്നാമത്തെ പാഠം അതാണ്. രണ്ടാമതായി നാം മനസ്സിലാക്കണം, ഹിജ്റ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് എളുപ്പമുള്ള സംഗതിയല്ല. മുസ്ലിമാകാൻ എളുപ്പമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് ചൊല്ലിയാൽ മുസ്ലിമാകാം. പക്ഷേ മുസ്ലിമായി ജീവിക്കുക എളുപ്പമല്ല. അതാണ് ഹിജ്റ പഠിപ്പിച്ച രണ്ടാമത്തെ പാഠം. പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും തരണം ചെയ്യേണ്ടി വരും. മുസ്ലിമായാൽ ഇത് അള്ളാഹുവിന്റെ ദീനല്ലേ, അള്ളാഹു എല്ലാ സൗകര്യവും ചെയ്തു തരുമെന്നാരും വിചാരിക്കരുത്. അല്ലേ? അത് ചെയ്തു കൊടുക്കുമായിരുന്നുവെങ്കിൽ ആർക്ക് ചെയ്തു കൊടുക്കണം? അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടേ? ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആർക്ക് ചെയ്തു കൊടുക്കണം? നമ്മുടെ നേതാക്കന്മാരായിരുന്ന സയ്യിദുനാ ബിലാലിനും സയ്യിദുനാ യാസിറിനും ചെയ്തു കൊടുക്കണ്ടേ? വേണ്ടേ? മനസ്സിലാക്കുക സഹോദരന്മാരെ, സാധ്യമല്ല. പ്രയാസങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നേടുക, ഈമാന് കൊണ്ട്, വിശ്വാസം കൊണ്ട്, നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, സക്കാത്ത് കൊണ്ട്, നന്മ കൽപ്പിക്കുന്നതിനെ കൊണ്ട്, തിന്മ വിരോധിക്കുന്നതിനെ കൊണ്ട്, മുസ്ലിം സമൂഹവുമായി, മുസ്ലിം ജമാഅത്തുമായി ഒട്ടിച്ചേർന്ന് ജീവിക്കുന്നത് മൂലം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നാം നേടുക. അതാണ് ഹിജ്റ നമ്മെ പഠിപ്പിച്ച പാഠം. ആ പാഠം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞില്ലേ, താങ്കളെ താങ്കളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞാനുണ്ടായിരുന്നുവെങ്കിൽ, ജീവിച്ചിരിക്കുമെങ്കിൽ താങ്കളെ സഹായിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്ചര്യപൂർവ്വം ചോദിച്ചു, അവ മുഖ്രിജിഹും, എന്റെ നാട്ടുകാരെന്നെ പുറത്താക്കുമെന്നോ? അൽ അമീൻ എന്ന് വിളിച്ച് ആദരിച്ച് ബഹുമാനിച്ച് കൊണ്ടു നടന്ന, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖുറൈശി തറവാട്ടിൽ ഹാഷിം കുടുംബത്തിൽ അബ്ദുള്ളയുടെ മകനായി പിറന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ജീവനായിരുന്നു മക്കക്കാർക്ക്. ആ ജീവനായ അൽ അമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ജനങ്ങൾ ബഹിഷ്കരിച്ചത്. ഓർക്കുക, ഈ സത്യം പറഞ്ഞാൽ, ഈ സത്യം വിശ്വസിച്ചാൽ, ഈ ആദർശത്തെ നേർക്ക് നേരെ ജീവിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ, ബഹിഷ്കരണങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും സാമ്പത്തികമായ ഞെരുക്കങ്ങളും ദാരിദ്ര്യവും എല്ലാം ഉണ്ടാകും. തയ്യാറാകണം അത് അംഗീകരിക്കാൻ. അതാണ് ഹിജ്റ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം, ജീവിതത്തിൽ നാം കാരണങ്ങളോടൊപ്പമാകണം തവക്കുൽ എന്ന പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകാൻ തീരുമാനിച്ചപ്പോൾ ചെയ്തത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഹിജ്റ നടത്താനുള്ള കൂട്ടുകാരനായി തിരഞ്ഞെടുത്തു, കൂടെ പോകാനുള്ള ആളായി തിരഞ്ഞെടുത്തു. നട്ടപ്പാതിരക്ക് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തന്റെ ബെഡിൽ താനാണ് കിടക്കുന്നത് എന്ന പോലെ കിടക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ഭക്ഷണം കൊണ്ടുവരാൻ അബൂബക്കർ സിദ്ദീഖിന്റെ പുത്രി അസ്മയെ ഏൽപ്പിച്ചു. നാട്ടിൽ നടക്കുന്ന വിവരങ്ങൾ മുഴുവൻ ഒരു നെറ്റ്വർക്കായി ന്യൂസ് കവറിംഗ് കിട്ടാൻ വേണ്ടി അബ്ദുല്ലാഹിബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ചിന്തിച്ചു നോക്കൂ. അതിനപ്പുറം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാനുള്ള ഗൈഡായി അബ്ദുല്ലാഹിബ്നു ഉറൈഖത്തിനെ നിശ്ചയിച്ചു. ഒളിഞ്ഞിരിക്കാനുള്ള സ്ഥലമായി ഗാർ സൗർ നിശ്ചയിച്ചു. മൂന്നാമത്തെ ദിവസം അവിടെ നിന്ന് പുറപ്പെടാൻ തീരുമാനിച്ചു. വളരെ കൃത്യമായ പ്ലാൻ. പോകേണ്ടത് കോസ്റ്റൽ വേയിലൂടെ ആകണം എന്ന് തീരുമാനിച്ചു. എല്ലാം കൃത്യമായ പ്ലാനിങ്. തവക്കുൽ ചെയ്യുമ്പോൾ എന്ത് വേണം? പ്ലാൻ ചെയ്യണം. തവക്കുലിന്റെ ശക്തി അവിടെയാണുള്ളത്. ഞാൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പള്ളിയുടെ മൂലയിലിരിക്കുന്നവനല്ല മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം, അഖിൽ വ തവക്കൽ, ഒട്ടകത്തെ കെട്ടിയിട് എന്നിട്ട് തവക്കുൽ നടത്ത്. കെട്ടിയിടാതെ എന്റെ ഒട്ടകം പോയല്ലോ എന്ന് പറയുന്നവനല്ല തവക്കുൽ. യഥാർത്ഥ തവക്കുൽ അതാണ്. ആ തവക്കുലിന്റെ ശക്തിയാണ് നാം കണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് ആ കാര്യകാരണ ബന്ധങ്ങൾ മുഴുവൻ എടുത്ത ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും ഗാർ സൗറിൽ പതുങ്ങിയിരിക്കുന്ന സന്ദർഭം അതാ. മക്കയിലെ മുശ്രിക്ക് പ്രമാണിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്ക് പ്രഖ്യാപിച്ച ഇനാം, ആ ഇനാമിന്റെ ശക്തി കൊണ്ട് ആളുകൾ തേടി നടക്കുന്നു എവിടെ മുഹമ്മദ് എന്ന്. ഗാർ സൗറിന്റെ ഓരത്തുകൂടി അവർ കടന്നു വരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് അവരുടെ കാലടികൾ കാണുകയാണ്, ഒച്ച കേൾക്കുകയാണ്. ആ സമയത്ത് പേടിച്ച് വിവശനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിക്കുന്ന പ്രസിദ്ധമായ ഒരു വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും.
മാ ലന്നക യാ അബൂബക്കർ ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. അബൂബക്കറെ, എന്താ നിന്റെ വിചാരം രണ്ടാളുകളെ കുറിച്ച്? അവരിൽ മൂന്നാമനായി അല്ലാഹു ഉണ്ട്. അതാണ് തവക്കുൽ. കാര്യകാരണ ബന്ധങ്ങളെല്ലാം ചെയ്ത് തവക്കുൽ, അവിടെയാണ് തവക്കുൽ. ആ തവക്കുലാകട്ടെ സഹോദരന്മാരെ ശക്തിയുള്ളതായിരിക്കണം. നമുക്ക് ചെയ്യാനുള്ളത് നാം ചെയ്ത ശേഷം പടച്ച റബ്ബിൽ അങ്ങേയറ്റം തവക്കുലാക്കാൻ. ഒരു കാരണവശാലും കാരണങ്ങളിലല്ല നാം തവക്കുലാക്കേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. രോഗം വന്നാൽ ഡോക്ടറെ കാണണം, മരുന്ന് കഴിക്കണം. പക്ഷേ മരുന്നുകളിൽ ഒരിക്കലും നാം നമ്മെ തവക്കുൽ ചെയ്യരുത്. നമ്മെ തവക്കുൽ ചെയ്യേണ്ടത്, ഞാനിതാ റബ്ബേ മരുന്ന് കഴിച്ചു, ഡോക്ടറെ കണ്ടു, ചെയ്യാവുന്നതെല്ലാം ചെയ്തു, ഇനി നിന്റെ പക്കലാണ് കാര്യം, എന്റെ രോഗം നീ സുഖമാക്കണമേ എന്ന് പറഞ്ഞ് റബ്ബിലാണ് തവക്കുൽ നടത്തേണ്ടത്. അതാണ് യഥാർത്ഥ തവക്കുൽ. വഹും അലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന് പറഞ്ഞ തവക്കുൽ അതാണ്. അതാണ് ഹിജ്റ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം. നാലാമത്തെ പാഠം, നല്ല സാഹചര്യത്തിൽ ജീവിച്ചാൽ ഏത് തരം ത്യാഗത്തിനും മനുഷ്യന് സാധിക്കും എന്നതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? ആ ബെഡിൽ, ആ കട്ടിലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കിടത്തുമ്പോൾ അദ്ദേഹത്തിന് ഉറപ്പാണ്, ആളുകൾ നേരം പുലരുന്നതിന് മുമ്പ് വാതിൽ തള്ളി തുറന്ന് എന്നെ കൊല്ലും എന്ന്, അല്ലേ? എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നത് പോലെ ആ കട്ടിലിൽ കിടന്ന് തിരുമേനിയുടെ പുതപ്പ് പുതച്ച് കിടക്കാൻ മാത്രം ശക്തിയുള്ള ഈമാനിന്റെയും ശക്തിയുള്ള മാനസികമായ ഉന്നതിയുടെയും വാഹകരാകാൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചത് ജീവിച്ച സാഹചര്യമായിരുന്നു. തിരുമേനിയുടെ കൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചു. അബൂ താലിബ് എന്ന പിതാവിന്റെ എല്ലാവിധ ദാരിദ്ര്യങ്ങളും കണ്ടറിഞ്ഞിരുന്ന അലി എന്ന കൊച്ചുമകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ ആ മകൻ തീരുമാനിക്കുകയായിരുന്നു. ഏറ്റെടുക്കാൻ, തന്നെ വളർത്തിയെടുത്ത പിതൃവ്യന്റെ പ്രയാസവും അദ്ദേഹത്തിന്റെ പ്രതിസന്ധികളും കണ്ടപ്പോൾ ഏറ്റെടുക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാവുകയാണ്. പക്ഷേ ആ ഏറ്റെടുത്തതിലൂടെ എന്താ സംഭവിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നല്ല ഒരു മനുഷ്യനെ ഏത് സാഹചര്യത്തിലും ഇസ്ലാമിന് വേണ്ടി എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു മനുഷ്യനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുക്കുകയായിരുന്നു. ഇങ്ങനെ സഹോദര ഒരുപാട് പാഠങ്ങളുണ്ട് ഹിജ്റ നമ്മോട് പറയുന്ന പാഠം. ആ പാഠമാണ് നാം മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. നമുക്കതിന് സാധിക്കണം. സഹോദരന്മാരെ, ഇനിയെങ്കിലും ഒരു പുനർചിന്തനത്തിന് നാം തയ്യാറാവുക. കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ച അബദ്ധങ്ങൾ ഈ വർഷങ്ങളിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നാം കഴിഞ്ഞ വർഷങ്ങളിൽ എന്തൊക്കെ ചെയ്തു എന്നതിനെക്കുറിച്ചൊരു പുനർചിന്തനം നടത്താൻ ഈ വർഷാരംഭത്തിൽ സന്നദ്ധനാവുക. എന്നിട്ട് സ്വയം ഒരു വിചാരണ നടത്തി റബ്ബിന്റെ വിചാരണക്ക് എല്ലാവരും ഒരുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയില്ലാതെ സ്വർഗപ്രവേശനം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, മരണമടഞ്ഞ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരുപാട് സഹോദരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ ഖബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ അല്ലാഹു തുറന്നു കൊടുത്ത് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആശുപത്രി കിടക്കകളിൽ വേദന അനുഭവിച്ചു കഴിയുന്ന ഒരുപാട് സഹോദരങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. മാരകമായ രോഗങ്ങളുടെ ഉടമകളാണ് അവരിൽ പലരും. അല്ലാഹു തആല അവർക്ക് വേദന അനുഭവിക്കാനുള്ള സബറും ക്ഷമയും കരുത്തും നൽകുമാറാകട്ടെ. അനുഭവിക്കുന്ന വേദനകൾക്ക് തത്തുല്യമായി പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഇഖ്ലാസ് അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും അർഹമുർ റഹീമിനായ നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد
هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا لا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين وألحقنا بالصالحين. توفنا مسلمين وألحقنا بالصالحين. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. وصلى الله وسلم على رسوله النبي الكريم وعلى آله